ബീഫ് കൂട്ടാത്തവർക്കായിട്ട് ഒരു ബീഫ് ഫ്രൈ ഉണ്ടോ, അടിപൊളി. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും. എന്താ സാധനം എന്നറിയാവോ? ബീഫ് കൂട്ടാൻ മടിയുള്ളവർക്കും ബീഫ് കിട്ടാത്തവർക്കും ഒരു ബീഫ് ഫ്രൈ അടിപൊളിയല്ലേ? ഇങ്ങനെ ഒന്ന് ചെയ്തു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ സോയാബീൻ്റെ ചങ്ക്സ് കൊണ്ടുണ്ടാക്കിയതാണ് ഫ്രൈ. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ മൈ കിച്ചൻ യൂട്യൂബിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈസ്റ്ററിന് ബീഫ് കൂട്ടാൻ പറ്റാത്തവർക്കായിട്ടൊരു കറി, തെല്ലിലും തിരക്കിലും പെട്ട് ബീഫ് കൂട്ടാൻ പറ്റാത്തവർക്കായിട്ടൊരു കറി. ഇതെന്താണ്? ഈ സോയാബീൻസിൻ്റെ സാധനമാണ്. അത് ഞാൻ ചൂടുവെള്ളത്തിലൊന്നിട്ട് ഒന്ന് തിളപ്പിച്ചില്ല, ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് എണ്ണ ചൂടായി, ഞാൻ കടുക് ഇട്ടു. ഇതുണ്ടോ അതിനടുത്ത സാധനം വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാക്കൊത്ത്, അത്രയും സാധനം ഇടുക. അത്രയും സാധനം ഇട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ സവോള ഇടുക. ഇത് മൂന്നും നല്ലപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ 4 കൂട്ടമുണ്ട്. തേങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, തേങ്ങാക്കൊത്തുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ ഇനി സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴന്ന്, തേങ്ങാക്കൊത്തും എല്ലാം വഴന്ന് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഗരം മസാല, മല്ലിപ്പൊടി, ശകലം മുളക് പൊടി, കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി മുളക് പൊടി വേണ്ടേ. എല്ലാം കൂടി ഇട്ട് അത് കൂടെ ഒന്ന് ചൂടാകട്ടെ. ഞാൻ ഇനി ഈസ്റ്ററിന് ബീഫ് കൂട്ടിയില്ലേ എന്നുള്ള വിഷമം വേണ്ട. ബീഫ് പോലെ തന്നെ നമ്മൾ ബീഫ് കൂട്ടുന്നതിന് സമമായിട്ട് തന്നെ നമുക്കിത് കൂട്ടാൻ പറ്റും. ഇനി ആ സവോളയും തേങ്ങയും എല്ലാം വഴന്നേ. വഴന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇത് കണ്ടോ, ഇത് സോയാടെ ഇത് ഇതിനകത്ത് കഴുകി പിഴിഞ്ഞിടുക. ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ 1/2 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് അത് പിഴിഞ്ഞെടുത്തു. പിഴിഞ്ഞ് 2ആയിട്ട് കട്ടിച്ചെടുത്തു. ഇനിയിപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഒന്ന് വഴന്ന് കഴിയുക. ഇച്ചിരി ഉപ്പ് ഇട്ടു. ഇനി അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വേവിക്കണം. അടച്ച് വെച്ചൊരു 5 മിനിറ്റ് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ശകലം കുരുമുളക് പൊടി ഇട്ടാൽ നമുക്കിത് വരട്ടിയെടുക്കാം. അത് വരട്ടുന്ന ഇവിടെ ഇച്ചിരി കൂടെ വെന്തിട്ട് വേണം. അപ്പോൾ ശകലം നേരം വേകട്ടെ. ഒരു 5 മിനിറ്റ് വെന്താൽ മതി. ചൂടുവെള്ളത്തിൽ ഇട്ട സാധനമല്ലേ, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് വേകട്ടെ.